ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആണോ എന്നുള്ളതാണ്. അവരുടെ ഇപ്പോൾ നിങ്ങളോടുള്ള അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള എനർജി എങ്ങനെയാണെന്നുള്ളത് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യമേ തന്നെ നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Devil, Strength, Queen of Swords, Seven of Pentacles and Page of Wands. അപ്പോൾ കറൻലി നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജി നമുക്ക് നല്ലതുപോലെ കാണാം. വെയിറ്റിങ്ങിനോടൊപ്പം തന്നെ ആ ഒരു പേഷ്യൻസ് എനർജിയും ഉണ്ട്. തീർച്ചയായിട്ടും വെയിറ്റിംഗ് വരുമ്പോഴത്തേക്കും ആ ഒരു പേഷ്യൻസ് പലർക്കും കിട്ടാറുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ ക്ഷമയോടുകൂടിയാണ് കാത്തിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം കൈവിട്ട് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനൊക്കെ നമുക്ക് ആ ഒരു രീതിയിലാണ് പോകാറുള്ളത്. എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥ കാണാം. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നൊരു വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒബ്സഷനൊക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പാണത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിരുന്നു എന്ന് പറയാം. ചിലപ്പോൾ രണ്ടുപേരും തമ്മിൽ അത്രയും ആ ഒരു ഡീപ്പ് ബോണ്ടിങ് ആയിരിക്കാം. അതിൽ തന്നെ ഒരു വ്യക്തിയായിരിക്കാം കൂടുതൽ ഇതിനകത്ത് നമ്മൾ അടിമപ്പെടുക, അല്ലെങ്കിൽ വളരെ ഇതിനകത്ത് ചുറ്റിക്കിടക്കുക എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിൽ പോയിരുന്നത്. ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം. ഇത് ഓവറോൾ എനർജി ആയതുകൊണ്ട് ആരുടെ എനർജി വേണമെന്നുണ്ടെങ്കിലും കയറി വരാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു അവസ്ഥയിൽ അങ്ങനെ മുന്നോട്ട് പോകരുത്, അതിനൊരു മാറ്റം വേണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. മാത്രമല്ല പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് ചില നോളജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് തോന്നും. അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന പോലെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്ന പറയുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ മേ ബി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രത്തോളം ഇൻവോൾവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അഡിക്ഷനായിട്ട് കണ്ടിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടിയ ചില തിരിച്ചടികളോ, അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം, അത് നിങ്ങളെ കുറച്ചും കൂടി കരുത്താർജിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ അത്രയും അങ്ങ് അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ ഇല്ലാതെ കുറച്ചൊന്ന് നിയന്ത്രിച്ച് നിൽക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിലവിലത്തെ എനർജിയിൽ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണുന്നില്ല. അതായത് ഇതിനകത്തൊരു തൃപ്തി വന്നിട്ടില്ല നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ പേഴ്സൺ ആയിരിക്കാം. ആരുടെ എനർജിയാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു തൃപ്തിക്കുറവുണ്ട്, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ. എന്നാൽ അതിനൊരു മാറ്റം വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയോടുകൂടി പോകുന്നുണ്ട്. എന്നാൽ ഒട്ടും ആ ഒരു പഴയ രീതിയിലൊരു ടോക്സിക്കായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാം. ആ ഒരു പാറ്റേൺ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ ഒരു പുതിയ തുടക്കത്തിനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്ര തൃപ്തികരമല്ലാത്തൊരവസ്ഥ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടായാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റിലേക്ക് വന്നാൽ കൊള്ളാം എന്നൊക്കെയുള്ള രീതിയിൽ വരെ മാനസികാവസ്ഥ എത്തി നിൽക്കുന്ന എനർജീസാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹാപ്പിയാണോ, അല്ലെങ്കിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും.
Five of Pentacles, Eight of Cups, Ace of Cups, Emperor, Six of Cups, Empress, Eight of Pentacles, the Moon, Tower, Two of Wands, Temperance, Knight of Wands, Hanged Man, Six of Wands, Star. ഇപ്പോൾ നമ്മൾ നേരത്തെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഒട്ടും സാറ്റിസ്ഫൈങ് അല്ലാത്ത രീതിയിലാണ് നിലവിൽ ഈ ഒരു റിലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഒരു അവസ്ഥയിൽ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷനുള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള ടെൻഡൻസിയിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആണെന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ഈ വ്യക്തിയുടെ എനർജിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും നോ കോണ്ടാക്റ്റ് എന്ന് തന്നെ പറയാം, ലെസ് കോണ്ടാക്റ്റ് വളരെ കുറവായിരിക്കണം, അങ്ങനെയുള്ളവരുടെ ഒരു എനർജി ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കാരണം നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള പല എനർജീസും മിസ്സിങ് ആയേനെ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മെമ്മറീസിനെ കുറിച്ച് തന്നെ ഈ ഒരു വ്യക്തി ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ അത് അവർക്ക് ഒരുപാട് പ്രിയപ്പെട്ടതായിരുന്നു എന്ന് പോലും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നമുക്ക് കുറച്ചൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് ഉണ്ടായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം, ആ ഒരു സ്നേഹം, സങ്കടം, അങ്ങനെയുള്ള വികാരങ്ങൾ വളരെ കാര്യമായിട്ട് കയറി നിൽക്കുന്നുണ്ട്. അതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ പുറകിൽ വൺ ബൈ വൺ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആ ഒരു മിസ് ചെയ്യുന്ന ഫാക്ടർ വളരെ കാര്യമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുമായിട്ട് ഇടയ്ക്കെങ്കിലും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിസ്സിംഗ് ഒന്നും അവർക്ക് ഉണ്ടാവണമെന്നില്ല. മാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരാനുള്ളൊരു യോഗ്യതയില്ല എന്ന് പോലും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാം. നമ്മൾ ആദ്യമേ കണ്ടതാണ്, നിങ്ങളുടെ ഒരു സ്പ്രെഡ് എടുത്തപ്പോൾ, റിലേഷൻഷിപ്പിൻ്റെ സ്പ്രെഡ് എടുത്തപ്പോൾ അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ അത്രയും ഒബ്സഷൻ ഒക്കെ ആയിട്ടുള്ള, അഡിക്ഷൻ പോലും സംഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് മാത്രമായിരിക്കണം എന്നില്ല, അവർക്കും തിരിച്ചങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അത്രയും ഒരു കെമിസ്ട്രി ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു ഫേക്ക്നെസ് കാണിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ എതിരെ നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്ത് ചിലപ്പോൾ നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ഒരുപാട് വേദനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ഒരു സമയത്ത് അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആവേശം കൊണ്ടോ അങ്ങനെ അങ്ങ് പോയിട്ടുണ്ടെങ്കിലും പിന്നീട് ഒരു കാലങ്ങൾ കഴിയും തോറും, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ പോലും കഴിഞ്ഞാൽ മതി, ചിലർക്ക് ആ ഒരു ടെംപ്റ്റേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ പതിയെ വന്നു തുടങ്ങും. പ്രത്യേകിച്ച് നമ്മളവരുടെ പുറകെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളവരുടെ പുറകെ ചേസ് ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നമ്മളാണ് ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ട് പുറകെ പോകുന്നതെങ്കിൽ അവർ കുറച്ച് സ്റ്റബൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ നേരത്തെ ആ ഒരു സ്പ്രെഡിൽ കണ്ടതുപോലെ പാസ്റ്റിൽ നിന്ന് ഒരു കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ചില വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്തായിരിക്കാം നിങ്ങളിരിക്കുന്നത് കുറച്ചൊരു കോൾഡായിട്ട്, അല്ലെങ്കിൽ സ്റ്റബേൺ ആയിട്ടൊക്കെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അതിന് നമുക്ക് വേറെ റീസൺ പോലും തപ്പിപ്പോകേണ്ടതായിട്ടില്ല. അപ്പോൾ ഇവർക്ക് നിങ്ങളോടൊരു നമ്മൾ ജാള്യത എന്നൊക്കെ പറയുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ പണ്ട് എങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റബിളായിട്ട് നിന്നിരുന്നത്, ആ ഒരു രീതിയിൽ അവർക്ക് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. ദാറ്റ് മീൻസ് അവരവരുടെ ഒരു മൂല്യം ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു വാല്യൂ കളയുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അവർ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അതിനെക്കുറിച്ച് വളരെ ബോധേഡ് ആണെന്നുള്ളതാണ്. അവർക്ക് തന്നെ അറിയാം, എനിക്ക് ആ ഒരു പഴയ യോഗ്യതയില്ല അവരുടെ മുന്നിൽ പോയി നിൽക്കാനായിട്ട്. ചിലപ്പോൾ പണ്ട് നിങ്ങൾ അത്രയും മനസ്സിൽ കൊണ്ട് നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഇവരെ ഒരു ഹൈ പ്ലേസിലായിരിക്കാം നിങ്ങൾ കണ്ടിട്ടുള്ളത്, എൻ്റെ പേഴ്സൺ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അവരിങ്ങനെ ചെയ്യില്ല എന്നൊക്കെ കണ്ടിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ. അപ്പോൾ അത് ആ ഒരു
ലെവൽ ഇപ്പോൾ ഇടിഞ്ഞു പോയി, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള സ്ഥാനം ഇപ്പോൾ പണ്ടതുപോലെ ഉണ്ടാവില്ല എന്ന് സ്വയം റിയലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു എംബ്രസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും ഒരു DFDM ടൈപ്പ് എനർജീസ് ഉള്ള വ്യക്തികളായിരുന്നു, അല്ലെങ്കിൽ അത്രയും ആ ഒരു കെമിസ്ട്രി അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണ്, പരസ്പര പൂരകങ്ങളായിട്ട് നിന്നിരുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ അവർ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ മറ്റു പലരും പറഞ്ഞിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. നിങ്ങളുടേത് ഒരു പബ്ലിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോലും ആളുകൾ പറഞ്ഞിട്ടുണ്ടാവാം. അത്രയും അധികം ഒരു പൊരുത്തമുള്ള, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ചേർന്ന് പോകുന്ന വ്യക്തികളെന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെയുള്ള പേഴ്സൺസ് ആയിരിക്കാം. പക്ഷേ ഇപ്പം അങ്ങനെ പറയാനുള്ള ഒരു യോഗ്യതയില്ല, അല്ലെങ്കിൽ ആ ഒരു യോഗ്യത സ്വയം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ആയിരിക്കണം. കാരണം അതുകൊണ്ടാണ് ഇവരുടെ ഒരു ചിന്താഗതികളിൽ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇവരായിട്ട് തന്നെ ഇറങ്ങിപ്പോയതായിരിക്കാം. അപ്പോൾ അവരതിനെക്കുറിച്ച് ഓർത്തിപ്പോൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടൽ നമുക്കിപ്പോൾ അനുഭവിക്കാനായിട്ട് അവരനുഭവിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. മേ ബി അത്രയും അറ്റാച്ച്മെൻറ്റോടു കൂടി ഉണ്ടായിരുന്ന നിങ്ങളിപ്പോൾ ആ ഒരു പഴയ സ്നേഹം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളിതിൽ നിന്ന് പൂർണ്ണമായി അകന്നു പോയോ എന്നുള്ളൊരു ചിന്തയുമായിരിക്കും അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഐസൊലേഷൻ അനുഭവിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരു ഇമോഷൻസാണ്, രണ്ട് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസാണ്. പക്ഷെ അവരത് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അവരുടെ മനസ്സിനകത്ത് ആ ഒരു കാര്യം കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു എനർജിയാണ് നോക്കുന്നതെങ്കിൽ പോലും ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു അവസ്ഥയിലായിരിക്കാം, ഈ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ഒരു ഫാമിലി ലൈഫ് തന്നെ നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പൊരുത്തത്തോടെ കൂടി പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം, കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മാതൃകാ ദമ്പതികളാണെന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം. പക്ഷെ അതിനകത്ത് ഒരു വ്യക്തി, അത് മെയിലായാലും അല്ലെങ്കിൽ ഫീമെയിൽ ആയാലും, ആ ഒരു കാഴ്ചപ്പാട് അവരുടെ പാർട്ട്ണറുടെ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സൊസൈറ്റിയുടെ മുന്നിലുള്ളതാണെന്നുണ്ടെങ്കിലും, ആ ഒരു കാഴ്ചപ്പാടിന് ഒരു മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോട്ടം തട്ടുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പിന്നെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അത് ആ ഒരു റിയലൈസേഷന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. മാറി നിൽക്കുന്നൊരു സമയത്തൊന്നും ആർക്കും അങ്ങനെ തോന്നണമെന്നില്ല, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു വഴി തിരഞ്ഞെടുത്ത് പോകുമ്പോഴോ, കുറച്ചൊരു സെൽഫിഷ് ആയിട്ട് പോകുമ്പോഴോ, അല്ലെങ്കിൽ മറ്റൊരു ചോയ്സ് തേടി പോകുമ്പോഴോ ഒന്നും അങ്ങനെ തോന്നണമെന്നില്ല. പിന്നീട് ഒരു റിയലൈസേഷനും കാര്യങ്ങളും വരുമ്പോഴാണ് ഈ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ഒരു കംബാക്കിനൊക്കെ നോക്കുമ്പോഴാണ് ഈ പറഞ്ഞൊരു ടെൻഷൻ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാരണം ആ ഒരു പഴയ രീതിയിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ഒരു ഹൈ ലെവലിൽ മറ്റുള്ളവർ കണ്ടിരുന്ന ഞാനാണല്ലോ ഇപ്പം ഇങ്ങനെ ആയിത്തീർന്നത്, അല്ലെങ്കിൽ എന്നെ അവർ അംഗീകരിക്കുമോ എന്നുള്ളൊരു ഭയം തൊട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. ഇപ്പോൾ ഒരു നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് കടന്ന് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം എത്തണം, നിങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നൊരു വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ അത്രയും ഹോണസ്റ്റ് ആൻഡ് ജെന്യുവൻ ആയിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ. എനിക്ക് അതേ ജീവൻ എന്ന് പറഞ്ഞ് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇനി അവർ എത്തണം എന്നുണ്ടെങ്കിൽ അവർ അതിനായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. ഇവിടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു ഇമോഷൻസും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹൈലി അവരുടെ ഒരു ഇൻസെക്യൂരിറ്റീസൊക്കെ നമുക്കവിടെ നന്നായിട്ട് കാണാം. അവരുടെ ഒരു ആങ്സൈറ്റി, ഫിയർ, അല്ലെങ്കിൽ ഒരു തകർന്നു പോയോ എന്നുള്ളൊരു ചിന്താഗതികളും കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സണാണ്. അവരതിനെക്കുറിച്ച് ഒരു ക്രോസ് റോഡിൽ നിൽക്കുകയാണ്, ഇനിയെങ്കിലും ഒരു തീരുമാനം ഞാൻ ഇതിനകത്ത് എടുക്കണം എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടൊന്ന് ഒരു വിങ്ങി പൊട്ടുന്നൊരവസ്ഥ, ഒരുപാടൊരു പൊട്ടിത്തെറിക്കും നമ്മളൊരു ഒരു എന്താ പറയുക, പ്രഷർ കുക്കർ എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ, ആ ഒരു സമ്മർദ്ദം ഈ പേഴ്സൺ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ വളരെ മികച്ചതായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ ഒരു സ്റ്റാറായിട്ട് നിൽക്കുക, അത്രയും തിളങ്ങി നിന്നൊരു വ്യക്തിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഇമേജിന് കോട്ടം തട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവുമ്പോൾ, ഉണ്ടായിരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതുപോലെ ഇതിനകത്ത് കാണാം. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും സെക്കൻഡറി ആണ്. ഇവിടെ പ്രൈമറി ആയിട്ട് നിൽക്കുന്നത് ഈ വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥയും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഒക്കെ തന്നെയാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ തേർഡ് പാർട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, നമ്മൾ തേർഡ് പാർട്ടി റീഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചിലരുടെ കമൻസ് കാണാറുണ്ട്, തേർഡ് പാർട്ടി റീഡിംഗ് എന്ന് പറയുമ്പോഴേ പേടിയാണ്, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ പേടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പേടിച്ച്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഭീരുത്വം കാണിച്ചിരിക്കേണ്ടുന്ന കാര്യങ്ങൾ ഒരിക്കലും ഇല്ല. കാരണം നമ്മുടെ ലൈഫിൽ, എല്ലാവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ആയിട്ട് പല കാര്യങ്ങൾ വരാറുണ്ട്, റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ മറ്റു പലയിടത്താണെന്നുണ്ടെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ഹേർട്ട് തരുന്ന പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു ഇൻറ്റൻഷൻ ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഇൻറ്റൻഷൻ സത്യസന്ധമാണ്, നമ്മൾ ജെനുവിൻ ആണ്, അല്ലെങ്കിൽ നമുക്കതിനുള്ളൊരു അർഹതയുണ്ട് എന്ന് നമ്മൾ മാനസികമായിട്ട് വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു
സ്ഥാനത്തിന് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഒരു തേർഡ് പാർട്ടിയെയും അവിടെ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എനർജിയെ വളരെ പേടിക്കുന്നു. അവിടെ നിൽക്കുന്ന പേഴ്സൺ ആരും ആയിക്കോട്ടെ, എക്സ് ഓർ വൈ ആരാണെന്നുണ്ടെങ്കിലും അവരെ ഭയപ്പെടുന്നു, അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ടെൻഷനാവുന്നു. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്റ്റാൻഡ് കറക്റ്റാണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യമുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും നമുക്ക് തേർഡ് പാർട്ടിയിൽ നിന്നല്ല ആരെയും അങ്ങനെ ഭയപ്പെട്ട് നിൽക്കേണ്ടെന്ന ഒരു ആവശ്യമില്ല. മാത്രമല്ല നമ്മൾ അങ്ങനെയുള്ളൊരു ഫിയറിങ്ങിൽ പോകുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആകെ പാനിക്കാവുന്നു, നമ്മളുടെ പേഴ്സൺ അവരോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുമോ എന്ന് ഓർത്ത് നമ്മൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും ആ ഒരു പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് കൂട്ടാൻ സഹായിക്കുകയുള്ളൂ. അവർക്ക് കൊടുക്കുന്ന വെള്ളവും വളവുമാണ് നിങ്ങളുടെ ചിന്തകളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ നമുക്കൊരു ശല്യമായിട്ടൊരു വ്യക്തി ഇടയിലുണ്ട്. ഓക്കെ, അത് ഒരു നിയോഗമാണ്, അല്ലെങ്കിൽ അവരവരുടെ പർപ്പസ് കഴിയുമ്പോൾ പൊക്കോളും. ഞാനതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. അല്ലെങ്കിൽ അതിനെ അങ്ങോട്ട് അവഗണിക്കുക. അത് നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മളുടെ ഒരു നമുക്ക് വേണ്ടുന്ന കാര്യം എന്താണോ അതിൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് നമ്മൾ പേടിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയും ദുർബലരാണ് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. വളരെ ശക്തമായിട്ട് തിരിച്ചു വരാനാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ അവരെ നോക്കിക്കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ ഒന്ന് ചെറുതായി പോകാനോ, അല്ലെങ്കിൽ നിങ്ങളൊരു പഴയ ഒരു മൂല്യത്തിലല്ലാതെ ഈ ഒരു വ്യക്തിയെ കാണുന്നുവെന്നും അവർക്ക് ചിലപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർ ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. നല്ല രീതിയിൽ ഈ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു മിസ്സിങ് എനർജിയൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു വൈബ്രേഷനൊക്കെ ചിലപ്പോൾ കണക്റ്റ് ആവുന്നുണ്ടാവാം. ആ ഒരു വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലും നല്ലതുപോലെ ഉണ്ടായെന്ന് വരാം. ഇപ്പോൾ വളരെ ഒരു നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ എവല്യൂഷൻ ഇവിടെ നല്ലതുപോലെ കാണാൻ കഴിയുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ്. മാത്രമല്ല, ബാലൻസ് ചെയ്ത് പോകാനുള്ളൊരാഗ്രഹം, അതിപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥയാണെന്നുണ്ടെങ്കിലും വളരെ സമാധാനത്തോടു കൂടി പോകാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം നടക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, നിങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് കുറച്ചും കൂടി അവരുടെ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തീവ്രമായിട്ട് ഈ ഒരു പേഴ്സണെ തിരിച്ച് സ്നേഹിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ നമുക്കവിടെ കാണാം. അപ്പം നിലവിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് ആണോ, ഹാപ്പി ആണോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല, ഈ ഒരു പേഴ്സൺ ഹാപ്പിയേ അല്ല. അവർക്ക് നിങ്ങളുടെ സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പരിഗണന ലഭിക്കുമ്പോൾ മാത്രം ഹാപ്പി ആവുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ അവരെ അത്രയും നല്ലൊരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് പോലെ കാണാനാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു പഴയ ഇമേജിലല്ലാതെ നിങ്ങളവരെ കാണുമോ എന്നുള്ളത് പോലും അവരെ സംബന്ധിച്ച് വളരെ ഒരു ഫിയറിങ് എലമെൻ്റ് ആണ് എന്ന് തന്നെ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ ഒരു വെയിറ്റിംഗ് എനർജി എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇവരുടെ കാര്യത്തിൽ അത് നമുക്ക് നന്നായിട്ട് കാണാം. അവർ നിലവിൽ സാറ്റിസ്ഫൈഡ് അല്ല. അവർ പക്ഷേ ക്ഷമയോടുകൂടി കാത്തിരിക്കാനായിട്ട് അവർ തയ്യാറാണ്. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലൊരു മാറ്റം സംഭവിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും ചിലപ്പോൾ അതേ അവസ്ഥയിലായിരിക്കാം. രണ്ടുപേരും ഈ പറഞ്ഞ കാര്യങ്ങൾ കോമൺ ആയിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ രണ്ടുപേരും ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരട്ടെ, ഞാൻ ഒരുപാട് താന്നു കൊടുത്തതാണ്, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്ത പേഴ്സണാണ്, ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല എന്നുള്ള അവസ്ഥയായിരിക്കാം. അവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്കും ബാധകമാണെന്നുള്ളത് തന്നെയാണ്. പക്ഷേ എങ്കിലും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു സെപ്പറേഷനിലിരിക്കുന്ന വ്യക്തികളായിരിക്കണം. ഇപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് ദിവസങ്ങളൊന്നുമല്ല, കുറച്ച് നാളുകളായിട്ടുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ആ ഒരു ഇമോഷണൽ എവല്യൂഷനൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അവർ നിങ്ങളെക്കുറിച്ച് റീതിങ്ക് ചെയ്യാനും, അല്ലെങ്കിൽ ചെയ്തു പോയ ചില കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിൽ അവരുടെ ഒരു മൂല്യം കുറച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള കാരണം അതാണ്. നിങ്ങൾ എത്രത്തോളം നമ്മൾ ആദ്യമേ കണ്ടതുപോലെ ആ ഒരു മിസ്സിങ് ഒക്കെ അവർക്ക് തോന്നിയിട്ടുള്ളതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ്: നമ്പർ 3, നമ്പർ 4, നമ്പർ 14, നമ്പർ 12, നമ്പർ 16, നമ്പർ 17 ആൻഡ് നമ്പർ 18. ഏരീസ്, സജിറ്റേറിയസ്, ടോറസ്, അക്വേറിയസ് ആൻഡ് പൈസീസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. ഈ ഒരു പേഴ്സണും ഓൾമോസ്റ്റ് അതിന് റെഡി ആയിട്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ തന്നെയാണ് കാണുന്നത്. പിന്നെ അവരുടേതായിട്ടുള്ള ഒരു കുറച്ചൊരു മെൻ്റൽ കൺഫ്യൂഷൻ, ആ ഒരു ഫിയറിങ് എലമെൻ്റൊക്കെയാണ് ഒന്നവരെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.